ഹലോ, നമുക്കിന്ന് ഒരു പുതിയ തുടക്കമായാലോ? അതായത് ഞാൻ ഇന്ന് തൊട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോർഡറൊക്കെ കൊടുത്തിരിക്കുന്ന റണ്ണിങ് സ്റ്റിച്ച് കൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് സ്കെയിലിട്ട് വരച്ചിട്ട് അതിന് മേലെ കൂടി ഞാൻ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലവറിലോട്ട് കിടക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് ഒരു ചെറിയ റൗണ്ട് കൊടുക്കുക, ശേഷം മേളിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ഡോട്ട് കൊടുക്കുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡോട്ട് ഇട്ട് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡോട്ട് മതിയാവും കേട്ടോ. ശേഷം ഓരോ ഡോട്ടിൻ്റെയും ആ ഒരു ഡോട്ടിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കാണിക്കുന്ന സ്റ്റിച്ച് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഒരു ചെറിയൊരു ഇതൾ നിൽക്കുന്നത് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആ ഒരു വലിപ്പത്തിന് ഓരോ ഇതളും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് സെൻട്രലായിട്ട് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ നേരെ താഴോട്ട് വന്ന് കുത്തി പുറത്തോട്ട് സൂചി എടുക്കുക. ശേഷം ആ നൂലിന് അകത്തൂടെ സൂചി ഇട്ടതിന് ശേഷം വലിച്ചിട്ട് നേരെ സെയിം പ്ലേസിൽ തന്നെ വീണ്ടും കുത്തി താഴോട്ട് ഇറക്കാം കേട്ടോ. ശേഷം വീണ്ടും അടുത്ത ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയാൽ മതി. ഒട്ടും പാടില്ല, നല്ല എളുപ്പമാണ്. ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ നല്ല എളുപ്പമാണ് കേട്ടോ ഈ സ്റ്റിച്ച്. അപ്പം നമ്മുടെ ഈ ഫ്ലവർ ആദ്യത്തെ ഫ്ലവറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. പ്ലീസ് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് തൊട്ടുള്ള മുമ്പോട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിൻ്റെയും എളുപ്പത്തിലുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന് പഠിപ്പിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഫ്ലവർ എന്ന് പറയുന്നത് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് പോലെ ക്യുക്ക് 5 മിനിറ്റ് തന്നെയാണ് കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ചുരിദാറിൽ, സാരിയിൽ, ഷോളിൽ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. ഈ സ്റ്റിച്ച് ചെയ്യാൻ ഒട്ടും പാടില്ല, സെയിം തന്നെ ഞാൻ എങ്ങനെയാണോ ഇത്ര പെട്ടെന്നാണോ പറഞ്ഞു തീർത്തത് അതുപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് എളുപ്പമാണ്. ബിഗിനേഴ്സിനും കൂടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്ന്. സീരിയസ്ലി ഞാൻ അത്രയും ധൈര്യത്തോടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിച്ചാണ്. ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് മാത്രമല്ല കൊടുത്ത് ഫിനിഷ് ചെയ്യുന്നത്, ഇതിൻ്റെ ലാസ്റ്റ് വേറെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോൻ്റെ അവസാനം വരെ ഒന്ന് നോക്കിക്കോണേ, ഇതെങ്ങനെയാണ് ലാസ്റ്റ് ചെയ്യണമെന്നൊന്ന് കാണാനായിട്ടാണ് കേട്ടോ. ലാസ്റ്റത്തെ ആ ഒരു സംഭവം കൂടെ കഴിയുമ്പോൾ തന്നെ ഈ ഫ്ലവർ അടിപൊളിയായിട്ട് നല്ല രസത്തിൽ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇത് ഫുള്ളി നമ്മൾ മൊത്തത്തിൽ ചെയ്ത് തീർത്തതിന് ശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ അടുപ്പിച്ച് ഡോട്ട് കൊടുക്കണമെന്നില്ല. ഞാൻ വീണ്ടും പറയാണ്, അകലായിട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ഫുള്ള് നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെയും ഒരു നൂലും മറ്റേ സ്റ്റിച്ചിൻ്റെ അടുത്ത നൂല്, അതായത് ഓരോ എതൾ കൊടുത്തിട്ടില്ലേ ഓരോ ലൈനായിട്ട്, ആ ലൈനിൻ്റെ ഒരു എതളിൻ്റെ ഒരു സ്റ്റിച്ചും മറ്റേ എതളിൻ്റെ ഒരു നൂലും കൂടെ ആയിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒരു നോട്ടിട്ട് നമ്മൾ അടിയിലൂടെ കൊടുക്കുന്നുണ്ട്. അത് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. ആ എടുക്കുന്നത് ആദ്യത്തെ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു ലൈനിലൂടെ ആയിരിക്കണം എടുത്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ലൈനിൽ കൂടെ എടുക്കണം കേട്ടോ. എന്നിട്ട് താഴോട്ട് എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സെക്കൻഡ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഇതൊരു നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഇല, ഇങ്ങനത്തെ ഒരു ഇല ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ പേരങ്ങ് മറന്നുപോയി, എന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും ആ ലീഫിൻ്റെ പേര് ഓർമ്മ വരികയാണെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു ബീഡ്സും കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫ്ലവർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.